ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഫ്സ വേൾഡ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു DIY തന്നെയാണ്. എൻ്റെ പേര് മുഹമ്മദ് അഫം. പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതേപോലത്തെ കുറച്ച് DIY ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഈ സ്ട്രെസ് ഫ്രീ ടോയ്സ് എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു ടോയ്സാണിത്. ഇങ്ങനെ അത് റൊട്ടേറ്റ് ആവും ഉള്ളിലോട്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതിന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും 5 കളേഴ്സ്. 1 2 3 4 5 കളേഴ്സ്. പിന്നെ ഒരു സ്കെയിൽ, പിന്നെ ഗ്ലൂ. ഇത്രയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതിൽ സ്കെയിലും ഗ്ലൂവും മാറ്റി വെച്ചിരുന്നു. ആ 5 പേപ്പറിൽ നിന്ന് ഏതെങ്കിലും ഒരു പേപ്പർ എടുക്കണം. ഫസ്റ്റ് അതിന് ആദ്യം ഇങ്ങനെ, അതിന് ശേഷം വീണ്ടും ഇങ്ങനെ. ഈ രീതിയിൽ എല്ലാ പേപ്പറിനെയും മടക്കണം. ശേഷം ഇതിന് ഏതെങ്കിലും ഒരു പീസ് ഈ ഒരു സൈസിൽ എല്ലാ പേപ്പറിൽ നിന്നും എടുക്കണം. ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 5 കളേഴ്സ്. ഇനി ഏതെങ്കിലും ഒരു കളർ പേപ്പർ എടുക്കുക. അതിന് നമ്മൾ ഈ വീശറിയൊക്കെ മടക്കില്ലേ, അതേപോലെ മടക്കണം. ഇനി അതിന് ഈ വീശറിയിരിക്കുന്ന ഇങ്ങനെയാണല്ലോ, ഇതിനെ ഹാഫ് വെച്ച് ഈ രീതി മടക്കണം. പിന്നെ ഈ മുകളിലിരിക്കുന്ന ഈ ഭാഗം താഴോട്ട് ഇവിടെ കൊണ്ടുവരണം. ഇവിടെയും ഇത് താഴോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോം കിട്ടും. അതിനെ വീണ്ടും മുമ്പ് നമ്മൾ ചെയ്ത പോലെ വീശറി പോലെ മടക്കണം. സോ നമുക്കിതാ ഫൈനൽ റിസൾട്ട്. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഏകദേശം 1 സെക്കൻഡ്. ഓക്കെ, ഇങ്ങനെ ഇരിക്കും. ഇതിൽ ഒരു സൈഡിൽ ഇതേപോലെ 2 എണ്ണവും വേറെ ഒരു സൈഡിൽ ഇങ്ങനെ 3 എണ്ണവും കാണും. ഒരു അറ പോലെ 3 എണ്ണവും. ഈ 3 എണ്ണമുള്ള സൈഡിൽ നിന്ന് നമുക്ക് ആദ്യം ഒരു സൈഡിലുള്ള പീസ് നമുക്ക് വെളിയിലോട്ട് ഇളക്കി എടുക്കണം. ഇങ്ങനെ. ഇപ്പം ഇങ്ങനത്തെ ഒരു ഫോം കിട്ടും. അതിന് അടുത്ത സൈഡിൽ
ആ 3 ഉള്ളിൽ ആദ്യത്തെ നമ്മൾ ചെയ്ത് നടുക്കത്തെ വിട്ടിട്ട് അതിൻ്റെ അടുത്ത സൈഡിലുള്ള നമ്മൾ ചെയ്യണം. വീണ്ടും ഇതിന് മുമ്പ് ചെയ്ത പോലെ. നമുക്ക് കിട്ടുന്ന ഈ ടീ പോലത്തെ ഒരു ഫിഗറായിരിക്കും. ഈ രീതിയിൽ എടുത്ത എല്ലാ പേപ്പറും ചെയ്യുക. സോ ഡു ഇറ്റ്. സോ നമ്മൾ മടക്കേണ്ട രീതിയിലെല്ലാം മടക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഗ്ലൂ വെച്ച് ഒട്ടിക്കുകയാണ്. ഇതാ ഏകദേശം ഈ ഭാഗത്തായിട്ട് ഗ്ലൂ തേക്കണം. എന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഓരോന്നും ചേർത്ത് 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 അങ്ങോട്ടിക്കണം. ഓ എല്ലാം അങ്ങ് ചേർത്തൊട്ടിക്കുക. ഇങ്ങനെ ഒരു ഫോം കിട്ടും. ഇനി വീണ്ടും ഇതിനെങ്ങനെ കറക്കിയിട്ട് ഒരു കൂടെ ഇങ്ങനെ ഒട്ടിക്കണം. ഇതാ ഇങ്ങനെ. അപ്പോൾ ആ സർക്കിളിൻ്റെ ആ ഒരു ഫോം കിട്ടും. ഇനി നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. സോ അത് ഉണങ്ങിക്കഴിഞ്ഞു എന്ന് തോന്നുന്നു. നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. വലിയ കുഴപ്പമില്ലാതാകുന്നുണ്ട്. സോ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതാണ്. So have fun, stay at home, have a nice day. So if you like the video, please share, subscribe and press the bell icon for more videos. Thank you. Like a Hellcat.